കഥ തുടരുന്നു. ജയന്തൻ്റെ ഹൃദയതാളം മുറുകി. അടുക്കളയിലേക്ക് പോകുന്നത് അപകടമാണ്. വന്നിരിക്കുന്നത് ആരാണെങ്കിലും അവരുടെ ലക്ഷ്യം താനായിരിക്കും. മോഷ്ടിക്കാൻ വന്നവരാണെങ്കിൽ ഇങ്ങനെ ഒച്ചയുണ്ടാക്കില്ല. പെട്ടെന്ന് അവൻ മുറിയിൽ നിന്ന് ഇറങ്ങി. ശത്രുവിന് തൻ്റെ മുറി അറിയാം എന്ന കാര്യത്തിൽ തർക്കമില്ല. സെൽഫോൺ എടുത്തുകൊണ്ട് ഇരുളിലൂടെ അവൻ 2ാം നിലയിലേക്കുള്ള പടികൾ കയറി. പിന്നെ ഫോണിൽ ആദിശങ്കരനെ വിളിച്ചു. നീ എവിടെയെത്തി? പതിഞ്ഞ ശബ്ദത്തിൽ അവൻ ചോദിച്ചു. ചങ്ങനാശ്ശേരിയിൽ. എന്താടാ? ശബ്ദം താഴ്ത്തി ജയന്തൻ കാര്യം പറഞ്ഞു. ജയന്ത, സൂക്ഷിക്കണം. അവരുടെ ലക്ഷ്യം നീ തന്നെയാ. ഞാൻ അവിടെ എത്താൻ എങ്ങനെ നോക്കിയാലും 1.5 മണിക്കൂർ എടുക്കും. പിന്നെ ഞാൻ എന്ത് ചെയ്യണം പറ? കഴിവതും ശത്രുക്കൾക്ക് പിടികൊടുക്കരുത്. വേഗം വണ്ടിപ്പെരിയാർ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിക്കേ. ആദ്യം തിടുക്കം കൂട്ടി. ശരിയടാ. 2ാം നിലയിലെ ഒരു മുറിയിലേക്ക് മാറിയ അവൻ ആദ്യം വാതിലടച്ചു കൊളുത്തിട്ടു. പിന്നെ വണ്ടിപ്പെരിയാർ സ്റ്റേഷനിലേക്ക് വിളിച്ചു. പക്ഷേ പലവട്ടം ബെല്ലടിച്ച് നിന്നിട്ടും ആരും ഫോൺ എടുത്തില്ല. അതും ഒരു ചതിയാണെന്ന് അവന് തോന്നി. അവൻ വീണ്ടും ആദിയെ വിളിച്ചു. നീ പേടിക്കേണ്ട, ആദി പറഞ്ഞു. ഒരു 15 മിനിറ്റ് പിടിച്ചു നിൽക്ക്. ആദി എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് അവന് വ്യക്തമായില്ല. അപ്പോൾ അടുക്കളയിൽ കിടന്ന കാളിയൻ അല്പനേരം കാതോർത്തു. ജയന്തൻ്റെ അനക്കമുണ്ടോ? ഇല്ല. സാധാരണഗതിയിൽ ഇവിടേക്ക് വരികയോ ബഹളം വയ്ക്കുകയോ ചെയ്യേണ്ടതാണ്. ഇനി അവസാന നിമിഷം അവനും പരശുറാം സാറിനൊപ്പം പോയോ? 2-3 മിനിറ്റ് കാത്തു നിന്നിട്ട് അയാൾ ഫോണിലെ ടോർച്ച് തെളിച്ചുകൊണ്ട് മെല്ലെ നീങ്ങി. ജയന്തൻ്റെ മുറി ഏതാണെന്ന് ദേവനായകൻ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഹാളിലെത്തിയ അയാൾ പാദചലന ശബ്ദം പോലും നിയന്ത്രിച്ച് വലത്തേക്ക് തിരിഞ്ഞു. അവിടെയുള്ള പാസേജിനപ്പുറത്തെ മുറിയാണ് ജയന്തൻ്റേത്. വാതിൽ ചാരിയിട്ടിരിക്കുകയാണ്. അത് തള്ളിത്തുറന്ന് അയാൾ അകത്ത് കടന്നു. മുറി ശൂന്യം. കാളിയന് കലിയിളകി. അയാൾ താഴത്തെ നിലയിലെ ഓരോ മുറിയിലും കയറിയിറങ്ങി പരിശോധന തുടങ്ങി. വാതിൽ ചവിട്ടി തുറക്കുന്ന ശബ്ദം ശശിയും കേട്ടിരുന്നു. ഇനി ഇവിടെ കാത്തു കിടക്കുന്നത് ഉചിതമല്ല. അയാൾ ജീപ്പ് സ്റ്റാർട്ട് ചെയ്തു. ലൈറ്റ് തെളിക്കാതെ തന്നെ അത് പുറത്തേക്ക് കൊണ്ടുപോയി റോഡിൽ പാർക്ക് ചെയ്തു. പടുതകൾ അഴിച്ച് താഴ്ത്തിയിട്ടു. കാളിയനപ്പോൾ താഴത്തെ നിലയിൽ ആരെയും കാണാതെ മുകളിലേക്ക് കയറുകയായിരുന്നു. മുകൾ നിലയിൽ 2 റൂമുകളാണുള്ളത്. ഒന്നിൽ ആരുമില്ല. 2ാമത്തേത് അടഞ്ഞു കിടക്കുന്നു. അയാൾ അതിൽ തള്ളി നോക്കി. ഹാൻഡിലിൽ പിടിച്ച് തിരിച്ചു. അകത്തുനിന്ന് ബോൾട്ട് ഇട്ടിരിക്കുകയാണെന്ന് മനസ്സിലായി. കാളിയന് ആവേശമായി. ഇതിനുള്ളിലാണ് തൻ്റെ ഇര. അടുത്ത നിമിഷം അകത്ത് ഫോൺ ശബ്ദിക്കുന്നതും അടക്കിയ ശബ്ദത്തിൽ ആരോ സംസാരിക്കുന്നതും അയാൾ കേട്ടു. കാളിയൻ തിരുപ്പാച്ചി വാൾ വലിച്ചെടുത്തുകൊണ്ട് വാതിലിൽ ചവിട്ടാനാഞ്ഞു. പക്ഷേ പെട്ടെന്ന് ജനൽ ഗ്ലാസുകളിൽ ചില പ്രകാശങ്ങൾ പ്രതിഫലിച്ചു. അയാൾ നടുങ്ങിത്തെരിച്ചു ജനാലിലേക്ക് ചെന്നു. അപകടം. കാളിയൻ വന്ന വഴിയെ പിന്തിരിഞ്ഞോടി. 2 ജീപ്പുകളാണ് മുറ്റത്ത് വന്നു നിന്നത്. അതിൽ നിന്ന് 10ഓളം പേർ ചാടിയിറങ്ങി. അടുക്കള ഭാഗത്തെത്തിയ സംഘം തകർന്ന വാതിൽ വഴി അകത്ത് കടന്നു. ഓരോ മുറിയിലെയും ലൈറ്റ് തെളിച്ചുകൊണ്ട് അവർ ജയന്തൻ്റെ പേര് ചൊല്ലി വിളിച്ചു. അപകടമില്ലെന്ന് ഉറപ്പായപ്പോൾ ജയന്തൻ ഇറങ്ങി വന്നു. കുമളിയിലെ ചുമട്ട് തൊഴിലാളികളായിരുന്നു അത്. ആദിശങ്കരൻ വിളിച്ചു പറഞ്ഞതനുസരിച്ച് 2 ജീപ്പുകളിൽ പാഞ്ഞു വരികയായിരുന്നു അവർ. ഇനി ആദി വന്നിട്ടേ ഞങ്ങൾ പോകുന്നുള്ളൂ, ഒരാൾ പറഞ്ഞു. നിങ്ങളിരിക്കെ. ജയന്തൻ അവരെ സിറ്റിംഗ് റൂമിലിരുത്തി. 6 മണിയായപ്പോൾ ആദിയും കുടുംബവും എത്തി. അവൻ മാത്രം വീടിനുള്ളിലേക്ക് വന്ന് കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു. ഇനി നീ പേടിക്കേണ്ട ജയന്ത. ഇത് എവിടെ നിന്ന് വന്ന പണിയാണെന്ന് എനിക്ക് ചില ധാരണകളൊക്കെയുണ്ട്, അവൻ പറഞ്ഞു. മറ്റുള്ളവർ കുത്തി ചോദിച്ചിട്ടും വേറെയൊന്നും അവൻ പറഞ്ഞില്ല. ഞാൻ വീട്ടിൽ പോയിട്ട് വരാം. ഒരത്യാവശ്യത്തിന് വിളിച്ചാൽ ഫോൺ എടുക്കാത്ത വണ്ടിപ്പെരിയാർ പോലീസ് സ്റ്റേഷനിൽ നമുക്കൊന്ന് പോകണം ജയന്ത. ആദ്യം മീശത്തുമ്പ് പിരിച്ചു. ഞാനത് അങ്ങോട്ട് പറയാൻ ഭാവിക്കുകയായിരുന്നു, ജയന്തനും പറഞ്ഞു. ആദി ഇറങ്ങിയപ്പോഴാണ് തൊഴിലാളികളും മടങ്ങിയത്. കുമളി. ആദിയും കുടുംബവും റോസാപ്പൂക്കണ്ടത്തിൽ എത്തിയപ്പോഴും വീടുകളുടെ പുറത്തൊന്നും ആരെയും കണ്ടില്ല. അത്രയ്ക്ക് തണുപ്പാണ്. മഞ്ഞിൽ കുളിച്ചു നിൽക്കുന്ന തൻ്റെ വീട്ടുമുറ്റത്ത് നിന്നുകൊണ്ട് ശേഖരൻ ചുറ്റും നോക്കി. വർഷങ്ങൾ കഴിഞ്ഞിട്ടും കാര്യമായ മാറ്റമൊന്നും ഉണ്ടായിട്ടില്ലെന്ന് അയാൾക്ക് തോന്നി. ഓല മേഞ്ഞിരുന്ന വീടിൻ്റെ മേൽക്കൂര ഇപ്പോൾ ഓടുപാകിയിരിക്കുകയാണ്. ഭിത്തിയിൽ സിമൻറ്റ് പിടിപ്പിച്ചിരിക്കുന്നു. സുഗന്ധിയും എല്ലാം നോക്കി കാണുകയായിരുന്നു. അടുത്തൊക്കെ കുറേ പുതിയ വീടുകളുണ്ടായിട്ടുണ്ട്. തങ്ങൾ പോകുന്ന കാലത്ത് മുറ്റത്തിൻ്റെ കോണിൽ നിന്നിരുന്ന തൈത്തെങ്ങ് വളർന്നു വലുതായി. ഭദ്രയ്ക്ക് എല്ലാം ഒരു നേർത്ത ഓർമ്മ മാത്രമേയുള്ളൂ. എങ്കിലും ആരൽ വായ്മൊഴിയുമായി തട്ടിച്ചു നോക്കുമ്പോൾ വല്ലാത്തൊരു സുരക്ഷ തോന്നി അവൾക്ക്. ശേഖറിൻ്റെയും സുഗന്ധിയുടെയും മുഖങ്ങളിൽ അല്പം പോലും തെളിച്ചമില്ലാത്തത് ആദി ശ്രദ്ധിച്ചു. മുത്തശ്ശി, അവൻ വാതിലിൽ 2-3 തവണ തട്ടി വിളിച്ചു. അകത്തുനിന്ന് മാതിരിയുടെ പ്രതികരണമുണ്ടായി. എന്താണ് കഴിവറുടെ മോനെ, വെളുപ്പം കാലത്ത് വന്നു കിടന്ന് കീറുന്നത്? വായി നോക്കാൻ പോയിച്ച് വന്നേക്കുന്നു. ആദി ഭദ്രയെ നോക്കി കണ്ണിറക്കി. ഇനി കണ്ടോ എന്തൊക്കെ ഇവിടെ നടക്കാൻ പോകുന്നതെന്ന്. അവൾ അത്ഭുതത്തോടെ വാതിൽക്കിലേക്ക് നോക്കി നിൽക്കുകയാണ്. വാതിലിൻ്റെ കൊളുത്തെടുക്കുന്ന ശബ്ദം കേട്ടു. ഒപ്പം ചോദ്യവും. നീ എന്താടാ, നിന്റെ തന്തയുടെ വീട്ടിൽ വിരുന്നുണ്ണ പോയതാണോ? ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും വാതിൽ തുറക്കപ്പെട്ടു. മുന്നിൽ ആദിയെ മാത്രം പ്രതീക്ഷിച്ചിരുന്ന മാതിരി മറ്റു ചിലരെ കൂടി കണ്ടപ്പോൾ ഒന്നമ്പരന്നു.
ആരാണ് ഇവരൊക്കെ? അവർ നെറ്റിക്ക് മീതെ കൈപ്പടം വെച്ച് മഞ്ഞിൽ നിൽക്കുന്നവരെ നോക്കി. അവരും മുത്തശ്ശിയെ തന്നെ കണ്ണിമയ്ക്കാതെ നോക്കുകയാണ്. ശേഖരൻ തലയിലിട്ടിരുന്ന തുണി അല്പമൊന്നു മാറ്റി. മുത്തശ്ശിയുടെ മുഖത്തു പലവിധ ഭാവങ്ങൾ മിന്നി. ശേഖരൻ. കാറ്റുപോലെ അവർ പുറത്തേക്ക് വന്നു. കഴിവറുടെ മോനെ. ഒറ്റയടിയായിരുന്നു മകൻ്റെ കവിളത്ത്. ഭദ്ര ഞെട്ടിപ്പോയി. അത്രയ്ക്ക് ശബ്ദമായിരുന്നു ആ അടിക്ക്. വർഷങ്ങൾക്ക് മുമ്പ് തങ്ങളെ ഇവിടെ നിർത്തിയിട്ട് പോയ മകനെ കാലങ്ങളോളം കാത്തിരുന്നതിൻ്റെ സങ്കടവും ദേഷ്യവുമൊക്കെയുണ്ടായിരുന്നു ആ അടിയിൽ. അമ്മേ. ശേഖരൻ്റെ ശബ്ദം ചിലമ്പി. വേണ്ട, നീ എന്നോടൊന്നും പറയണ്ട. മാതിരി തല തിരിച്ചു. സുഗന്ധി അവരുടെ കണ്ണിലുടക്കി. നിന്റെ ഭർത്താവ് നിന്നെ സുഖമായിട്ട് നോക്കുവാന്ന് കരുതിയ എനിക്ക് തെറ്റിയോടി. നിനക്കിപ്പോൾ എന്നേക്കാൾ പ്രായം തോന്നുമല്ലോ. അമ്മച്ചി. സുഗന്ധി കരഞ്ഞുകൊണ്ട് അവരെ കെട്ടിപ്പിടിച്ചു. മാതിരിയുടെ മനസ്സറിയാൻ അതുമാത്രം മതിയായിരുന്നു. മുത്തശ്ശി, ഞാനിവിടെ ഉണ്ട് കേട്ടോ, ഭദ്ര പറഞ്ഞു. മാതിരിയുടെ കണ്ണുകൾ തിളങ്ങി. എൻ്റെ പൊന്നുമോളെ. സുഗന്ധിയെ വിട്ട് അവർ ഭദ്രയെ തന്നോട് ചേർത്തു. അവളുടെ കവിളത്തും നെറ്റിയിലും മാറി മാറി ചുണ്ടമർത്തി. താൻ ഒരു കൊച്ചുകുട്ടിയായി മാറുകയാണെന്ന് തോന്നി ഭദ്രയ്ക്ക്. കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ മുത്തശ്ശി ഒരുപാട് ലാളിക്കുകയും കൊഞ്ചിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. എൻ്റെ മോള് വാ, ഈ മഞ്ഞത്ത് നിന്ന് പനി പിടിപ്പിക്കാതെ. മുത്തശ്ശി അവളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് അകത്തേക്ക് കയറി. പിന്നാലെ മറ്റുള്ളവരും. വീടിനുള്ളിൽ എത്തിക്കഴിഞ്ഞ് ശേഖരൻ മാതിരിയോടും ആദിയോടുമായി പറഞ്ഞു. ഞാനും സുഗന്ധിയും മടങ്ങിയെത്തിയ വിവരം തൽക്കാലം മറ്റാരും അറിയണ്ട കേട്ടോ. നിന്റെ ഈ പേടി ഇതുവരെ മാറിയില്ലട കിഴങ്ങ. മുത്തശ്ശി പരിഹസിച്ചു. പക്ഷെ ശേഖരൻ ഗൗരവത്തിലായിരുന്നു. അമ്മ എന്തു വേണമെങ്കിലും കരുതിക്കോ. പക്ഷെ ഒന്നുണ്ട്, ഞങ്ങൾ വന്നെന്ന് പുറത്തറിഞ്ഞാൽ ഒരു കാലത്തും ഈ വീട്ടിൽ സ്വസ്ഥത ഉണ്ടാവില്ല. ശേഖര. അമ്പരന്ന് പോയി മാതിരി. അതിന് തക്ക എന്താടാ ഉണ്ടായത്? കൂടുതലൊന്നും ചോദിക്കരുത് അമ്മേ. അയാൾ ആദിയുടെ നേർക്ക് തിരിഞ്ഞു. നിന്നോട് കൂടിയാണ് ഞാൻ പറയുന്നത്. നൂറുകണക്കിന് ചോദ്യങ്ങളുമായി നിൽക്കുകയായിരുന്നെങ്കിലും ആദി ഒന്നും മിണ്ടിയില്ല. സമയം 8:30. ആദിയും ലിജോയും ജയന്തനും ഒന്നിച്ചാണ് ജീപ്പിൽ വണ്ടിപ്പെരിയാർ പോലീസ് സ്റ്റേഷനിന് മുന്നിലെ റോഡിൽ ചെന്നിറങ്ങിയത്. മൂവരും സ്റ്റേഷൻ്റെ മുറ്റത്തേക്ക് കയറി ചെന്നു. സെൻട്രി വാതിൽക്കൽ നിൽക്കുന്നത് കണ്ടപ്പോൾ തന്നെ ആദി പറഞ്ഞു, SI സ്ഥലത്തുണ്ട്. അവർ വരാന്തയിലെത്തി. അവരെ കണ്ടതേ അവിടെയുണ്ടായിരുന്ന പോലീസുകാർ പരസ്പരം നോക്കി. എന്താ? ഹെഡ് കോൺസ്റ്റബിൾ സോണി ശങ്കർ അവരുടെ മുന്നിലേക്ക് വന്നു. അയാൾക്ക് ജയന്തനെയും ആദിയെയും അറിയാം. കഴിഞ്ഞ വെളുപ്പിന് ഈ സ്റ്റേഷനിൽ ആരുമില്ലായിരുന്നോ സോണി സാറേ? ചോദിച്ചത് ആദിയാണ്. അടച്ചുപൂട്ടിയിട്ട് പോകാൻ ഇത് പലചരക്ക് കടയൊന്നുമല്ലല്ലോ ആദി. സോണിയുടെ വാക്കുകളിൽ നീരസമുണ്ടായിരുന്നു. അതറിയാവുന്നത് കൊണ്ടാണ് ചോദിച്ചത്. ഈ ജയന്തൻ ഒരു അത്യാവശ്യ കാര്യത്തിന് പലവട്ടം ഇങ്ങോട്ട് വിളിച്ചു. പക്ഷെ ആരും ഫോൺ എടുത്തില്ലല്ലോ. സോണി ശങ്കർ ജയന്തനെ ഒന്ന് നോക്കി. എന്നിട്ട് ഒരു ഒഴുക്കൻ മട്ടിൽ പറഞ്ഞു, ഇവിടുത്തെ ലാൻഡ് ഫോൺ കുറച്ച് ദിവസമായി ഔട്ട് ഓഫ് ഓർഡറാ. ആദ്യ പെട്ടെന്ന് തൻ്റെ സെൽഫോൺ എടുത്ത് പോലീസ് സ്റ്റേഷനിലെ ലാൻഡ് ഫോൺ നമ്പർ കുത്തി. റൈറ്ററുടെയും SIയുടെയും മുന്നിലിരുന്ന ഫോണുകൾ ഒരുപോലെ ബെല്ലടിച്ചു. എക്സ്റ്റൻഷൻ ഫോണ്. അത്ഭുതമായിരിക്കുന്നല്ലോ സാറേ. ചത്തുകിടുന്ന ഫോൺ ദേ അടിക്കുന്നു. ആദ്യ കാൾ കട്ട് ചെയ്തു. ചോര വാർന്നതുപോലെ സോണി ശങ്കർ വിളറിപ്പോയി. പെട്ടെന്നാണ് SI രാധാചന്ദ്രൻ ഹാഫ് ഡോർ തുറന്ന് പുറത്തേക്ക് വന്നത്. ആദിയെ കണ്ടതും അയാളുടെ മുഖത്തൊരു ഭാവമാറ്റമുണ്ടായി. കുമഴിൽ വെച്ച് തമ്മിൽ ഒന്ന് കൊരുത്തത് ആദ്യം ഓർത്തു. ഇരയെ കയ്യിൽ കിട്ടിയ ഒരു ഭാവം രാധാചന്ദ്രൻ്റെ മുഖത്തുണ്ടായി. ഇരയെ കൊത്തി വിഴുങ്ങാൻ പോകുന്ന കഴുകൻ്റെ ഭാവമായിരുന്നു രാധാചന്ദ്രൻ്റെ മുഖത്ത്. കണ്ണുകളിൽ തിളച്ച അഗ്നി മറച്ചിട്ട് ആദിയെ തീർത്തും അവഗണിച്ച് അയാൾ ജയന്തനെ നോക്കി. എന്താ രാവിലെ ഇവിടെ ഒരു ബഹളം? എന്താ ജയന്ത? സാർ, അവൻ പറഞ്ഞു. വെളുപ്പിന് 4 തവണ ഞാൻ ഈ സ്റ്റേഷനിലേക്ക് ഫോൺ വിളിച്ചു. ഒരു അത്യാവശ്യ കാര്യത്തിനായിരുന്നു. പക്ഷെ ആരും ഫോൺ എടുത്തില്ല. ജനത്തിനൊരാവശ്യം വന്നാൽ ആദ്യം സഹായിക്കേണ്ട പോലീസുകാർ ഇങ്ങനെ ചെയ്താൽ എങ്ങനെയാ? അതേക്കുറിച്ച് സംസാരിക്കുകയായിരുന്നു. അവൻ തുടർന്നു. ഈ സോണി സാർ പറഞ്ഞു ലാൻഡ് ഫോൺ കേടാണെന്നാ. പക്ഷേ അതിനിപ്പോൾ യാതൊരു കുഴപ്പവുമില്ല. രാധാചന്ദ്രൻ ചിരിച്ചു. നമ്മുടെ നാട്ടിലെ ഫോണല്ലേ ജയന്ത? എപ്പോഴാണ് ചാകുന്നത്, എപ്പോഴാണ് ജീവിക്കുന്നത് എന്നൊക്കെ പറയാൻ പറ്റുമോ? സാറിങ്ങനെ ഒഴുക്കം മട്ടിൽ പറഞ്ഞാൽ എങ്ങനെയാ? ചത്ത ഫോൺ ഏതായാലും ഇത്ര രാവിലെ ജീവിക്കത്തില്ലെന്ന് ആർക്കറിയാത്തത്? രാധാചന്ദ്രൻ്റെ പുരികം ചുളിഞ്ഞു. CI സാറിൻ്റെ അനുജനായിപ്പോയി. പോരെങ്കിൽ ഇവിടുത്തെ സമരസമിതി നേതാവും. അല്ലായിരുന്നെങ്കിൽ വിട്ടുകള ജയന്ത. അത് പോട്ടെ, വാ നമുക്ക് അകത്തിരിക്കാം. അതിനുള്ള നേരമില്ല സാർ, ജയന്തൻ പറഞ്ഞു. എന്തായിരുന്നു വെളുപ്പിന് അത്യാവശ്യം? അവൻ കാര്യം ചുരുക്കി പറഞ്ഞു. ഒരു നിമിഷം രാധാചന്ദ്രൻ മിണ്ടാതെ നിന്നു. ആദ്യം തന്നെ സൂക്ഷിച്ചു നോക്കുന്നത് അയാൾ കണ്ടു. അയാൾ പറഞ്ഞു, ഇതൊരു കെട്ടുകഥ പോലെയുണ്ടല്ലോ ജയന്ത. പരശുറാം സാറിൻ്റെ അനുജനല്ല ഇത് പറഞ്ഞതെങ്കിൽ ഞാൻ വിശ്വസിക്കുക പോലുമില്ലായിരുന്നു. ആരോ കൊല്ലാൻ വന്നു. കുമളിയിൽ നിന്ന് ഒരു സംഘം തൊഴിലാളികൾ വന്ന് രക്ഷപ്പെടുത്തി. കൊള്ളാം. അതും ഒരുത്തൻ ഫോൺ വിളിച്ചയുടനെ ഈ തണുപ്പാൻ കാലത്ത് ചാടിപ്പിടഞ്ഞെണീറ്റ് വന്ന്. തന്നോടുള്ള ചുരുക്കാണിതിന് കാരണമെന്ന് ആദിക്ക് മനസ്സിലായി. അവൻ സംസാരിച്ചു. കേട്ടതൊക്കെ കള്ളമാണെങ്കിൽ സാറ് നേരിൽ പോയെന്ന് തിരക്ക്.
ജയന്തൻ്റെ വീട്ടിലും കുമളിയിലെ തൊഴിലാളികളുടെ അടുത്തും. എങ്ങനെ അന്വേഷിക്കണമെന്ന് ഞാൻ തീരുമാനിച്ചോളാം. നീ ആരാടാ എന്നെ പഠിപ്പിക്കാൻ, റാസ്കൾ? ഞാൻ ആരാണെന്ന് സാറിന് അറിയത്തില്ലേ? എങ്കിൽ മനസ്സിലാക്കി തരാം. എന്താ? നീ എന്ത് മനസ്സിലാക്കാനാടാ? അയാൾ മുന്നോട്ടാഞ്ഞ് അവന് നേരെ കൈകൾ ചൂണ്ടി. ഇതെൻ്റെ സ്റ്റേഷനാ, മനസ്സിലായോ? എൻ്റെ അണ്ടറിൽ എന്ത് വേണമെന്ന് തീരുമാനിക്കുന്നതും ഞാനാ. അല്ലാതെ ഒരുമാതിരി തെരുവ് ഷോ കാണിക്കാൻ വന്നാലുണ്ടല്ലോ. അണ്ടറിൻ്റെയും അണ്ടർവെയറിൻ്റെയും ഒക്കെ കാര്യം സാറങ്ങ് വിട്. പിന്നെ സ്റ്റേഷനിൽ പരാതിയുമായി വന്ന് തൊഴുത് പിടിച്ചു നിൽക്കുന്ന പാവങ്ങളുടെ അടുത്ത് മതി ഈ വിരട്ടലും വെടിപ്പൊട്ടിക്കലുമൊക്കെ. ഇത് ആൾ വേറെയാ സാറേ. അവന് കൂസലില്ലായിരുന്നു. ആദി, സോണി ശങ്കർ മുന്നോട്ടാഞ്ഞു. സോണി സാർ മിണ്ടാതിരിക്കേ, ഇത് വേറെ ചുരുക്ക. അവൻ രാധാചന്ദ്രൻ്റെ കണ്ണുകളിലേക്ക് നോട്ടം നട്ടു. വിളിച്ചു പറയട്ടെ സാറേ ഞാനെല്ലാം? ഈ കാക്കിക്കുള്ളിലെ വിഴുപ്പിൻ്റെ ഗുണവധികാരങ്ങൾ. ഭയന്നു പോയി രാധാചന്ദ്രൻ. ജയന്തനെ ഒതുക്കാൻ ചേർന്ന യോഗത്തിൽ താനും ഉണ്ടായിരുന്നെന്ന് ഇവൻ വിളിച്ചു പറഞ്ഞാൽ പെട്ടെന്ന് രാധാചന്ദ്രൻ ഒന്നൊതുങ്ങി. കൂടുതലൊന്നും പറയാതെ അയാൾ ജയന്തനോട് നിർദ്ദേശിച്ചു. താനൊരു പരാതിയും എഴുതിത്താ. ഉടൻ തന്നെ ഞങ്ങൾ അന്വേഷണം തുടങ്ങാം. അവിടെ എത്തിയത് ഏതവനാണെങ്കിലും ഞാൻ പൊക്കിയിരിക്കും. ജയന്തൻ്റെ മുഖത്തൊരു പുച്ഛഭാവം വന്നു. വേണ്ട സാർ, ഇവിടെ എത്തി കാര്യം പറഞ്ഞപ്പോൾ തന്നെ നിങ്ങളുടെ പ്രതികരണം വ്യക്തമായി. ആ നിലയ്ക്ക് ഇനി പരാതി തന്നിട്ട് കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. ഏട്ടനൊന്ന് വന്നോട്ടെ, നേരിട്ട് തന്നെ അന്വേഷിച്ചോളും. ലോക്കൽ സ്റ്റേഷനിൽ ആദ്യം പരാതി തരണമെന്നുള്ളത് കൊണ്ട് ഇങ്ങോട്ട് വന്നതേയുള്ളൂ. വാ ആദി, പോകാം. ജയന്തൻ തിരിഞ്ഞു നടന്നു. ഒന്നും മിണ്ടാതെ നിൽക്കുകയായിരുന്ന ലിജോയും അവൻ്റെ പിന്നാലെ പോയി. ആദ്യം മാത്രം അവിടെ നിന്നു. അവൻ SIയോട് ശബ്ദം താഴ്ത്തി പറഞ്ഞു. അക്രമി വന്ന റൂട്ടും വരുത്തിയവരുടെ മുഖവും എൻ്റെ മനസ്സിലുണ്ട്. ഈ കൊലപാതക ശ്രമത്തിന് പിന്നിൽ നിങ്ങളുടെ മനസ്സറിവുണ്ടെന്നും എനിക്കറിയാം. പക്ഷേ ഒന്നും മറക്കരുത് സാറേ, ജയന്തന് എന്തെങ്കിലും സംഭവിച്ചാൽ സാറിന് ഞാൻ വീട്ടിൽ കയറി വെട്ടും, തീർച്ചയാ. തിരിയുന്നതിനിടയിൽ അവൻ ഒന്നുകൂടി പറഞ്ഞു. ഇന്ന് വന്നവരെയും അവനെ വരുത്തിയവരെയും ഞാൻ നേരിട്ട് തന്നെ പണിഞ്ഞോളാം, കേട്ടോ? ആദി, രാധാചന്ദ്രൻ പറയാൻ വന്നത് ശ്രദ്ധിക്കാതെ അവൻ പോയി. സോണിശങ്കർ SIയെ ഒന്ന് നോക്കി. പിന്നെ ഒരു നിമിഷം ആദിയുടെ പോക്ക് നോക്കി നിന്നു. അടുത്ത നിമിഷം ക്യാബിനിലേക്ക് കയറി അയാൾ സെൽഫോൺ എടുത്തു. തിരുവനന്തപുരം, രാവിലെ 10 മണി. വഴുതക്കാട്ടെ ഹിന്ദി പ്രചാര സഭയും ആകാശവാണി കേന്ദ്രവും പിന്നിട്ട് സുരേന്ദ്രനാഥും സംഘവും സഞ്ചരിച്ച വാഹനം ഇടത്തേക്ക് തിരിഞ്ഞു. പോക്കറ്റ് റോഡിലൂടെ 50 മീറ്ററോളം അകത്തേക്ക്. അവിടെ കനത്ത ചുറ്റുമതിലിനുള്ളിൽ ഒരു ഇരുനില കെട്ടിടം. ജലസേചന മന്ത്രി ചെട്ടിക്കുളങ്ങര സദാശിവൻ്റെ വസതി. ഗേറ്റിൽ വാച്ചറെ കൂടാതെ ഒരു പോലീസ് കോൺസ്റ്റബിളും ഡ്യൂട്ടിക്കുണ്ട്. വണ്ടി നിന്നതോടെ പോലീസുകാരൻ അടുത്തെത്തി വിവരം തിരക്കി. പിന്നെ ഗേറ്റ് തുറക്കാൻ വാച്ചർക്ക് നിർദ്ദേശം നൽകി. അകത്തേക്ക് കടന്ന വണ്ടി പോർച്ചിന് പുറത്ത് ബ്രേക്കിട്ടു. പോർച്ചിൽ മന്ത്രിയുടെ സ്റ്റേറ്റ് കാർ കിടപ്പുണ്ട്. വെളുത്ത ഒരു സ്കോഡ. മന്ത്രിയും ഭാര്യ മണിയമ്മയും ഇറങ്ങി വന്ന് എല്ലാവരെയും സ്വീകരിച്ചു. വരണം വരണം. യാത്രയൊക്കെ സുഖമായിരുന്നോ? സദാശിവൻ സുരേന്ദ്രനാഥിൻ്റെ കരം കവർന്നു. PA വർഗീസ് പുന്നത്രയും അവിടെയുണ്ടായിരുന്നു. അയാൾ പരശുറാമിനെ നോക്കി ചിരിച്ചു. അതിഥികൾ അകത്തേക്ക് കയറി. അവരെ പ്രൗഢമായ സ്വീകരണ മുറിയിലാണ് ഇരുത്തിയത്. ഞങ്ങൾ പെണ്ണുങ്ങൾ അപ്പുറത്തിരുന്നോളാം. മണിയമ്മ ജുവലിനെയും കനകത്തെയും കുട്ടി അകത്തേക്ക് പോയി. സെൻട്രലൈസ്ഡ് AC ആയിരുന്നു വീട്. സുരേന്ദ്രനാഥ് ഷർട്ടിൻ്റെ കോളർ ഒന്നിളക്കിയിട്ടിട്ട് കുശല പ്രശ്നങ്ങളിലേക്ക് കടന്നു. രാഷ്ട്രീയവും സാമൂഹികമായ വർത്തമാനങ്ങൾക്കിടയിൽ മുല്ലപ്പെരിയാറിനെക്കുറിച്ചുള്ള ചർച്ചയും വന്നു. ജയന്തൻ എന്തിയെ? ഇപ്പോഴും സമരമുഖത്ത് തന്നെയാണോ? ഒന്നും അറിയാത്തതുപോലെ ചിരിച്ചുകൊണ്ടായിരുന്നു സദാശിവൻ്റെ ചോദ്യം. ഓ, അവനെക്കുറിച്ച് എന്ത് പറയാനാ സദാശിവ? സുരേന്ദ്രനാഥ് മുഖം ചുളിച്ചു. വീടിന് പ്രയോജനമില്ലാത്ത ഒരു ജന്മം. എല്ലാ കുടുംബത്തിനും കാണും ഇങ്ങനെ ഒന്നോ രണ്ടോ ഒക്കെ. സുരേന്ദ്രനാഥ് പരശുറാമിനെ നോക്കി. ബാക്കി പറഞ്ഞത് അയാളാണ്. പോലീസുകാരും അവൻ എന്ത് ചെയ്താലും അനങ്ങത്തില്ല. എൻ്റെ അനുജൻ എന്നൊരു ലേബലും കൂടിയുണ്ടല്ലോ അവന്. അതുകൊണ്ട് അവനെ മുന്നിൽ നിർത്തി കളിക്കാനും ആളുകളുണ്ടെന്ന് കൂട്ടിക്കോ. കാര്യവും തമാശയും കലർത്തിയാണ് സദാശിവൻ അതിന് മറുപടി പറഞ്ഞത്. ഈ ബന്ധം നടക്കുമ്പോൾ ജനങ്ങൾക്ക് പറയാൻ ചിലത് കൂടി കിട്ടും. മകളെ അവിടേക്ക് വിവാഹം ചെയ്തയച്ചിട്ടും ജലസേചന മന്ത്രി ഡാമിൻ്റെ കാര്യത്തിൽ ഒന്നും ചെയ്യുന്നില്ലെന്ന്. അപ്പോൾ മറുപടി പറയാനുണ്ടല്ലോ സാർ, പരശുറാം സംസാരിച്ചു. ഡാം പൊട്ടുമെന്നൊരു ഭയമുണ്ടെങ്കിൽ മന്ത്രി സ്വന്തം മകളെ അവിടേക്ക് അയക്കുമോന്ന്? അത് നേരാ. എല്ലാവരും പൊട്ടിച്ചിരിച്ചു. സമയം കടന്നുപോയി. തനിക്ക് ഡൽഹിക്ക് പോകണ്ടേ? ഞങ്ങൾക്കും ഇന്ന് അങ്ങ് എത്തണം. താൻ മോളെ വിളിക്കേ. സുരേന്ദ്രനാഥ് നിവർന്നിരുന്നു. മണിയമ്മേ, സദാശിവൻ വിളിച്ചു. ഓ, വരുന്നു. അകത്തുനിന്ന് മറുപടി കേട്ടു. വർഗീസ് പുന്നത്രയും അകത്തേക്ക് പോയി. ഒരു മിനിറ്റ് കഴിഞ്ഞപ്പോൾ കയ്യിൽ ചായ ട്രേയുമായി അമ്മയ്ക്കൊപ്പം റോസ് വന്നു, സദാശിവൻ്റെ മകൾ. പരശുറാം അവളെ നോക്കി. സുന്ദരിയാണ്, പക്ഷേ ഒരല്പം അഹംഭാവമുണ്ടെന്ന് തോന്നി. സാരി ആരോ ഉടുപ്പിച്ചതുമാതിരിയുണ്ട്. അവൻ്റെ തോന്നൽ മനസ്സിലാക്കിയതുപോലെ മണിയമ്മ പറഞ്ഞു. മോൾക്കിഷ്ടം ജീൻസും ടോപ്പുമാ. ഇന്നാ ആദ്യമായി സാരി ഉടുക്കുന്നത്. ചായ അങ്ങോട്ട് കൊടുത്ത മോളെ, സദാശിവൻ നിർദ്ദേശിച്ചു. നേർത്ത പുഞ്ചിരിയോടെ റോസ് ട്രേ ടീപ്പോയിൽ വച്ചു. പിന്നെ ഒരു കപ്പ് ചായ എടുത്ത് പരശുറാമിന് നീട്ടി. അവരുടെ കണ്ണുകൾ ഒരു നിമിഷം കൂട്ടിമുട്ടി. റോസിൻ്റെ മുഖത്തൊരു ചിരി മിന്നി. മണിയമ്മയും റോസും കനകത്തിൻ്റെയും ജുവലിൻ്റെയും അടുത്തിരുന്നു. എല്ലാവരും ചായ കുടിക്കുന്നതിനിടയിൽ സദാശിവൻ തിരക്കി.
ചെറുക്കനും പെണ്ണിനും എന്തെങ്കിലും സംസാരിക്കാനുണ്ടോ? ഞങ്ങൾ മാറിത്തരാം. അപ്പോൾ തന്നെ റോസിൻ്റെ മറുപടി വന്നു. എന്തായാലും എനിക്കിഷ്ടമായി. സംസാരമൊക്കെ ഇനി ഫോണിലൂടെയോ ഫേസ്ബുക്ക് വഴിയോ ആവാമല്ലോ. അത് കേട്ട് സുരേന്ദ്രനാഥും പരശുറാമും അമ്പരന്ന് പോയി. പിന്നെ അവർ പൊട്ടിച്ചിരിച്ചു. കുറച്ചു നേരം കൂടി റോസ് അവർക്കൊപ്പം ഇരുന്നു. ദീർഘകാലമായി അറിയാവുന്നവരെ പോലെ സംഭാഷണത്തിൽ പങ്കുചേരുകയും ചെയ്തു. സിറ്റിംഗ് റൂമിലെ ചടങ്ങിന് ശേഷം അവർ ഡൈനിങ് റൂമിലേക്ക് പോയി. അവിടെ വിഭവസമൃദ്ധമായ ബ്രേക്ക്ഫാസ്റ്റ് ഒരുക്കിയിരുന്നു. വർഗീസ് പുന്നത്തറയുടെ നേതൃത്വത്തിലായിരുന്നു അതെല്ലാം. വർഗീസും പോകുന്നുണ്ടോ അല്ലേ ഡൽഹിക്ക്? പരശുറാം ചോദിച്ചു. പിന്നെ ഞാനില്ലാതെ മന്ത്രി പോകുമോ? അയാൾ ചിരിച്ചു. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് സിറ്റിംഗ് റൂമിൽ മടങ്ങിയെത്തിയപ്പോൾ സുരേന്ദ്രനാഥും കനകവും ജൂവലും പുറത്തേക്കിറങ്ങി നോക്കി. മനോഹരമായ ഗാർഡൻ. പരശുറാം അപ്പോഴും സദാശിവൻ്റെ അടുത്തായിരുന്നു. അടുത്ത മാസം മിക്കവാറും പ്രൊമോഷൻ ലിസ്റ്റ് റിലീസ് ചെയ്യും. പരശുവിന് ഇടുക്കിയിൽ തന്നെയായിരിക്കും പോസ്റ്റിംഗ്. താങ്ക് യു സാർ. അയാൾക്ക് സന്തോഷമായി. പിന്നെ എൻ്റെ മകളെ നിനക്ക് തരുന്നതോടെ നമ്മുടെ 2 വീടുകളും ഒന്നാവുകയാണ്. അപ്പോൾ പിന്നെ നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ ഒരാൾ എനിക്കും മന്ത്രിസഭയ്ക്കുമെതിരെ സമരം ചെയ്യുകയെന്ന് പറഞ്ഞാൽ അത് നമുക്ക് നാണക്കേടല്ലേ? പത്രക്കാർക്കും ചാനലുകാർക്കും അതൊരു ആഘോഷം തന്നെയാവില്ലേ? ഉദ്ദേശിക്കുന്നത് ജയന്തൻ്റെ കാര്യമാണെന്ന് അയാൾക്ക് ബോധ്യമായി. അറിയാം സാർ. എന്ത് വില കൊടുത്തും അവനെ ഈ സമരത്തിൽ നിന്ന് പിന്തിരിപ്പിച്ചിരിക്കും ഞാൻ. പോരെ? മതി. ഈ ചെറുക്കനിത് എന്തിൻ്റെ കേടാണെന്നാണ് എനിക്ക് മനസ്സിലാകാത്തത്. സുരേന്ദ്രനാഥും മറ്റും മടങ്ങി വന്നപ്പോൾ അവർ സംസാരം നിർത്തി. പിന്നെയും അരമണിക്കൂർ കഴിഞ്ഞാണ് പരശുറാമും വീട്ടുകാരും മടങ്ങിയത്. PMG ജംഗ്ഷൻ കഴിഞ്ഞപ്പോൾ സുരേന്ദ്രനാഥ് മറ്റുള്ളവരോടായി തിരക്കി. നിങ്ങളുടെയൊക്കെ അഭിപ്രായം എന്താ? പെണ്ണെങ്ങനെ? കാണാനൊന്നും കുഴപ്പമില്ല, ജുവൽ പെട്ടെന്ന് പറഞ്ഞു. ഒന്നുറപ്പാ, അവൾ അഹങ്കാരിയാ. ആ തള്ളയാണെങ്കിൽ പൊങ്ങച്ചക്കാരിയും. ഇപ്പോഴേ പോരിനുള്ള ഒരുക്കത്തിലാണോടെ നീ? പരശുറാം ചോദിച്ചു. മറ്റുള്ളവർ പൊട്ടിച്ചിരിച്ചു. ലോവർ പെരിയാർ, പുളിത്തോട്ടത്തിലെ വീട്. കൂട്ടിലിട്ട വെരികിനെ പോലെ അങ്ങിങ്ങ് നടക്കുകയാണ് കുമളി പഞ്ചായത്ത് പ്രസിഡന്റ് ദേവനായകം. കസേരയിൽ വണ്ടിപ്പെരിയാർ SI രാധാചന്ദ്രനും ശമ്പട്ടി കാളിയനുമുണ്ട്. ആരും ഒന്നും മിണ്ടുന്നില്ല. അല്പം കഴിഞ്ഞ് ദേവനായകം നടപ്പു നിർത്തി. അയാൾ രോഷത്തോടെ കാളിയനെ നോക്കി. അകത്ത് കയറാൻ പറ്റത്തില്ലെങ്കിൽ നീങ്ങ് തിരിച്ചു പോന്നാൽ മതിയായിരുന്നു കാളിയ. വീടിൻ്റെ വാതിൽ ചവിട്ടി പൊളിക്കേണ്ടിയിരുന്നില്ല. അത് കേട്ടപ്പോൾ കാളിയന് ദേഷ്യം വന്നു. സാർ, നീങ്ക താനെ ചൊന്നീങ്ക. എപ്പടിയാവത് இந்த வாடி അവൻ കഥയെ മുടിച്ചുവെന്ന്. കഥവെ അടിച്ചുടച്ച് ഉള്ളേ പോണതിറക്കും അവനെ കിടച്ചാച്ചുങ്ങുന്ന നീങ്ക ഇപ്പോൾ ഇതേ പേശുവിങ്കളാ. അയാൾ ഒരു കഞ്ചാവ് പിടിക്ക് തീ കൊളുത്തി. ദേവനായകം ഒന്ന് പതറി. അതൊക്കെ നേരാ. പക്ഷേ ഒരു ലക്ഷ്യം പരാജയപ്പെട്ട സ്ഥിതിക്ക് ഇനിയൊന്നിന് പ്രയാസം കൂടില്ലേ? കരുതലോടെയല്ലേ ഇനി ജയന്തന് ഇരിക്കൂ. പോരെങ്കിൽ ആദ്യം മടങ്ങി വരികയും ചെയ്തിരിക്കുന്നു. ആദ്യയെ ഉടൻ ഒതുക്കണം, രാധാചന്ദ്രൻ പെട്ടെന്ന് പറഞ്ഞു. ഇക്കാര്യത്തിൽ എനിക്കും മനസ്സറിവുണ്ടെന്ന് അവന് തീർത്തും അറിയാം. അവൻ്റെ വാക്കുകളിൽ നിന്ന് തന്നെ അത് ബോധ്യമായതാ. ഇന്ത വിഷയത്തിലെല്ലാം നീങ്ക തല പുണ്ണാക്ക വേണ്ട. മനസ്സിയൊന്ന് തീരുമാനിച്ചാൽ അതേ മുടിച്ചു താൻ ഞാൻ മടങ്ങുവാൻ. അതും എവളങ്ക് ശ്രീകമാ മുടിയുമോ? അവളോ വേഗത്തിൽ മുടിപ്പേ. കാളിയൻ ഉറപ്പു കൊടുത്തു. 2 പേരും അതിന് മറുപടി നൽകിയില്ല. പൊടുന്നനെ പുളിന്തോട്ടത്തിൽ ഒരു വാഹനത്തിൻ്റെ ഒച്ചയിരമ്പി. വെളിയിൽ നിന്ന് ദേവനായകത്തിൻ്റെ ഡ്രൈവർ ശശി ഓടി വന്നു. എന്താടാ? ദേവനായകൻ നെറ്റിച്ചുളിച്ചു. അവൻ വരുന്നു, ആദിശങ്കരൻ. സകലരും കിടുങ്ങി. അവൻ്റെ വരവ് നല്ല കാര്യത്തിനല്ലെന്നുറപ്പ്. ശമ്പട്ടി കാളിയൻ പെട്ടെന്ന് എഴുന്നേറ്റ് അകത്തെ മുറിയിലേക്ക് പോയി. താൻ ഒളിച്ചിട്ട് കാര്യമില്ലെന്ന് തോന്നി രാധാചന്ദ്രന്. കാരണം തൻ്റെ ജീപ്പ് പുറത്ത് കിടപ്പുണ്ട്. ജനലഴികൾക്കിടയിലൂടെ ദേവനായകൻ പുറത്തേക്ക് നോക്കി. വഴിയിൽ പുഴ ഇളകിക്കൊണ്ട് പാഞ്ഞു വരികയാണ് ഒരു ജീപ്പ്. ദേവനായകത്തിൻ്റെയും രാധാചന്ദ്രൻ്റെയും ജീപ്പുകൾക്ക് പിന്നിൽ അതും ബ്രേക്കിട്ടു. ആദി അതിൽ നിന്നിറങ്ങി. മുണ്ടു മടക്കി കുത്തിക്കൊണ്ട് അവൻ അകത്തേക്ക് കുതിച്ചു വന്നു. ആദി, നിന്നെ പറയട്ടെ. ശശി അവനെ തടയാനാഞ്ഞു. ഒറ്റ തൊഴിയായിരുന്നു മറുപടി. ശശി തെറിച്ച് തറയിൽ വീണുരുണ്ടു. ചെന്നു നിന്നത് ദേവനായകത്തിൻ്റെയും രാധാചന്ദ്രൻ്റെയും കാൽക്കീഴിൽ. അവർ ചകിതഭാവത്തിൽ ആദിയെ നോക്കി. ശശി ഉരുണ്ടു പിരണ്ടെണീറ്റ് ഒരു ഭാഗത്തേക്ക് മാറി ഭയന്നു നിന്നു. കത്തുന്ന കണ്ണുകളോടെ ആദി ദേവനായകത്തിൻ്റെയും രാധാചന്ദ്രൻ്റെയും നേരെ തിരിഞ്ഞു. സാർമാർ ഇവിടെ കാണുമെന്ന് എനിക്കറിയായിരുന്നു. അവൻ ദേവനായകത്തിൻ്റെ തൊട്ടു മുന്നിലെത്തി. കുറച്ച് ദിവസം മുമ്പ് ഇവിടെ വെച്ച് തന്നെ ഞാൻ പ്രസിഡന്റിനൊരു വാണിംഗ് തന്നിരുന്നു. എൻ്റെ ജയന്തനൊന്നും സംഭവിക്കരുതെന്ന്. എന്നിട്ട് ഞാനിവിടെ ഇല്ലാത്ത നേരം നോക്കി നിങ്ങൾ അവനെ കൊല്ലാൻ പദ്ധതിയൊരുക്കി അല്ലേ? ദേവനായകൻ ഭീതിയോടെ മിടയിറക്കി. പലവട്ടം നിങ്ങളെന്നെ വകവരുത്താൻ ശ്രമിച്ചു. അതൊക്കെ ഞാൻ ക്ഷമിച്ചു. പക്ഷേ ഇതങ്ങനെയല്ല. അവൻ്റെ വാക്കുകൾക്ക് തീ പിടിച്ചു. ജയന്തനെ കൊല്ലാൻ ശ്രമിച്ചതിന് നിങ്ങൾക്ക് മാപ്പില്ല. ദേവനായകം, ഇനി നിങ്ങളല്ല ഏത് തമ്പുരാനാണെങ്കിലും. ഒറ്റ അടിയായിരുന്നു അവൻ. ദേവനായകം ഒന്ന് വട്ടം കറങ്ങി തറയിൽ വീണു. ആദി അയാളെ അവിടെയിട്ട് ചവിട്ടി മെതിച്ചു. ആദി, രാധാചന്ദ്രൻ അവനെ തടയാൻ ഭാവിച്ചു. മാറി നിൽക്കടോ, അല്ലെങ്കിൽ തൻ്റെ ഈ വൃത്തികെട്ട ശരീരത്തിൽ കാക്കി കിടപ്പുണ്ടെന്നൊന്നും ഞാൻ നോക്കത്തില്ല. പച്ചയ്ക്ക് കത്തിച്ചു കളയും. അവൻ്റെ ഭാവം കണ്ട് ഭയന്നു പോയി രാധാചന്ദ്രൻ. കാക്കിയിട്ട പട്ടി,
ജയന്തനെ കൊല്ലാൻ ആൾ വരുമെന്ന് നിനക്ക് നേരത്തെ അറിയാമായിരുന്നില്ലടാ. സ്റ്റേഷനിൽ വെച്ച് രാവിലെ ഞാനൊന്നും വിളിച്ചു പറയാത്തത് തൽക്കാലം ജയന്തനെ ഒന്നും അറിയിക്കേണ്ടെന്ന് കരുതിയ അവൻ്റെ മനോവീര്യം കളയേണ്ടതെന്ന് വിചാരിച്ച്. ആദ്യ കൈ ചൂണ്ടി ആ വിരൽ നിന്ന് വിറച്ചു. ദേവനായകം മുപ്പല്ലിയിൽ പാമ്പിനെ കുത്തിപ്പിടിക്കും പോലെ അയാളെ ചവിട്ടി പിടിച്ചുകൊണ്ട് അവൻ അലറി. ഇനി തനിക്കൊരു മുന്നറിയിപ്പില്ല. ജയന്തന് എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ നീയില്ല. നിന്റെ കുടുംബത്തിൽ ഗർഭത്തിൽ പോലും ഒരു ശിശു അവശേഷിപ്പിക്കില്ല ഞാൻ. ഓർത്തോ, ഇത് ആദിയുടെ വാക്കാ. അവൻ വെട്ടിത്തിരിഞ്ഞു. വിളറി നിൽക്കുന്ന രാധാചന്ദ്രനെയും ഭയന്നു നിൽക്കുന്ന ശശിയെയും ഒന്നുകൂടി നോക്കിയിട്ട് തറ ചവിട്ടിക്കുലുക്കി അവൻ പുറത്തേക്ക് പാഞ്ഞു, കൊടുങ്കാറ്റ് പോലെ. ആദി വീട്ടിലെത്തിയപ്പോൾ ഫോൺ ശബ്ദിച്ചു. ആദി അതെടുത്ത് നോക്കി. ജയന്തനാണ്. അവൻ ഫോൺ കാതോട് ചേർത്തു. എന്താടാ, നീ വൈകിട്ടിങ്ങ് വരുമല്ലോ അല്ലേ? വരണം. ഞാൻ സമരസമിതി യോഗത്തിന് കയറാൻ പോകുക. നാളെ രാവിലെ നിരാഹാരം തുടങ്ങും. ആദിയുടെ മനസ്സ് ജാഗരൂകമായി. ഇനിയാണ് ഏറെ സൂക്ഷിക്കേണ്ടത്. സമരപന്തലിൽ വെച്ച് ഏതെങ്കിലും ഒരു രാത്രിയിൽ എന്തും സംഭവിക്കാം. ആദിയോട് സംസാരിച്ചിട്ട് സമരസമിതി വാടകയ്ക്കെടുത്ത ഓഫീസ് റൂമിലേക്ക് ജയന്തൻ കയറി ചെന്നു. അവിടെ 10ഓളം പേരുണ്ടായിരുന്നു. സമരത്തിന് നേതൃത്വം കൊടുക്കുന്നത് അവരാണ്. ജയന്തൻ ചെന്നതോടെ കമ്മിറ്റി അധ്യക്ഷനും അഴുത ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമായ ജോൺ കുരിശിങ്കൽ സംസാരിച്ചു തുടങ്ങി. പ്രിയപ്പെട്ടവരെ, ഭാവിയിൽ ചരിത്രമായി തീർന്നേക്കാവുന്ന ഐതിഹാസിക സമരത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘട്ടത്തിലാണ് നാം ഇപ്പോൾ എത്തി നിൽക്കുന്നത്. ഇത്രയും കാലം സമരം ചെയ്തിട്ടും ഇവിടുത്തെ അധികാരവർഗത്തിൻ്റെയോ ഉദ്യോഗസ്ഥ മാഫിയയുടെയോ കണ്ണ് ലവലേശം തുറന്നിട്ടില്ല എന്നത് ഏറ്റവും ഖേദകരമായ ഒരു വസ്തുതയാണ്. ഒന്ന് നിർത്തിയിട്ട് അയാൾ തുടർന്നു. ഒന്നും കാണുകയും കേൾക്കുകയും ചെയ്യുന്നില്ല എന്നാണ് അധികാരവർഗത്തിൻ്റെ ഭാവം. അതുകൊണ്ട് ഈ അന്ത്യസമരം വെടിമരുന്നിന് തീപിടിച്ചതുപോലെ അതിശക്തമായിരിക്കണം. ജയന്തൻ നിരാഹാരം കിടക്കുകയും നമ്മൾ സമരം വ്യാപിപ്പിക്കുകയും ചെയ്യുന്ന സമരരീതിയാണ് ഇനി നമ്മൾ സ്വീകരിക്കാൻ പോകുന്നത്. കഴിഞ്ഞ ദിവസം ചില കാരണങ്ങളാൽ എല്ലാ കാര്യങ്ങളിലും തീരുമാനമെടുക്കാൻ നമുക്ക് കഴിയാതെ പോയി. ആ സാഹചര്യത്തിലാണ് ഇന്നത്തെ ഈ ചർച്ച. ജോൺ കുരിശിങ്കൽ എല്ലാവരെയും നോക്കി. സമരം വെടിമരുന്നിന് തീപിടിച്ചതുപോലെ ആയിരിക്കണമെന്ന പ്രസിഡന്റിൻ്റെ അഭിപ്രായത്തിനോട് എനിക്കും യോജിപ്പില്ല. അതിനർത്ഥം ഗാന്ധിജിയുടെ അഹിംസാവാദത്തിനപ്പുറത്തേക്ക് സമരം നീങ്ങണമെന്നല്ലേ? ഗാന്ധിയൻ കുമാരൻ തിരക്കി. അല്ല കുമാരേട്ടാ, ഞാൻ പറഞ്ഞതിന് അങ്ങനെ ഒരു അർത്ഥം എടുക്കണ്ട. ജോൺ കുരിശിങ്കൽ ഷർട്ടിൻ്റെ കോളർ ഒന്നിളക്കിയിട്ടു. എനിക്കിപ്പോഴും ആകെ കൺഫ്യൂഷനാ. ഇത്ര വേഗത്തിൽ നിരാഹാരം തുടങ്ങണോ എന്ന കാര്യത്തിൽ. കഴിഞ്ഞ ദിവസം ഞാനത് സൂചിപ്പിച്ചിരുന്നു, തങ്കമല സ്വദേശിയായ സഹദേവൻ പറഞ്ഞു. അതോടെ ചർച്ച കൊഴുത്തു. അപ്പോൾ 2500ഓളം ദിവസമായ സമരം ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകട്ടെ എന്നാണോ സഹദേവൻ പറയുന്നത്? മറ്റൊരാൾ ചോദിച്ചു. അതല്ല, നിരാഹാരം തുടങ്ങുന്നതിന് മുമ്പ് ബാക്കി കാര്യങ്ങളെക്കുറിച്ച് കൂടി നമ്മൾ ചിന്തിക്കണ്ടേ? ആ സമരവും സർക്കാർ അവഗണിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? കഥ തുടരും.